നമസ്കാരം. ഇന്ന് ചെറിയൊരു കാര്യം, PV അൻവർ ബഹുമാനപ്പെട്ട MLA വളരെ വലിയൊരു തുറന്നു പറച്ചിലാണ് പറഞ്ഞിരിക്കുന്നത്. കേരള സമൂഹത്തെ ഒന്നാകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്കൊന്നും കുഴപ്പമില്ല, പാവപ്പെട്ടവർക്ക് എന്ത് തുറന്നു പറച്ചിൽ, ഒരു കാര്യമില്ല. പക്ഷേ രാഷ്ട്രീയത്തിലുള്ള അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലുള്ള കുറേ ബഹുമാനരായി ചിത്രീകരിക്കുന്ന കുറച്ച് പേർക്ക് വളരെയേറെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാക്കുന്ന തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനിയും പലരും തുറന്നു പറയാനുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആരെന്ത് തുറന്നു പറഞ്ഞാലും ഇവിടെ നടക്കേണ്ടത് നമ്മളെപ്പോലെയുള്ളവരുടെ മേത്ത് കുതിര കയറുക എന്ന ഒരു സമ്പ്രദായമാണ്. സാധാരണക്കാരനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. ദയവായി ഇനി ആരെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ തുറന്നു പറയണം, വേഗം തന്നെ. കാരണം ഞങ്ങളൊരു കൂട്ടം ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഞങ്ങളൊരു കൂട്ടം സാധാരണ ജനങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏത് പോലീസ് സേനയോടാണോ, മുഖ്യമന്ത്രിയോടാണോ, പ്രധാനമന്ത്രിയോടാണോ, ആരോടാണ് തുറന്നു പറയേണ്ടതെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്. ആ കാരണം കൊണ്ട് തന്നെ മറ്റുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും മേഖലയിലുള്ളവരുണ്ടെങ്കിൽ ദയവായി തുറന്നു പറയുക. എന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്ക് സമരം ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് നമുക്ക് പോവാം. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലെ വളരെ വലിയ 2-3 പ്രശ്നങ്ങളൊന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അമ്മയിലെ അംഗങ്ങളെല്ലാവരും പിരിഞ്ഞു പോകുന്നു. ഇതും ഈ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്ത് ബന്ധമായിരിക്കണേ? അവർ രാജിവെക്കുകയോ അമ്മ പിരിച്ചുകൂടി എന്ത് വേണമെങ്കിലും ആവട്ടെ. നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ വരുമ്പോൾ, നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ റോഡ് മൊത്തം കുഴിയും ബഹളമാണ്, ട്രാഫിക്. ദയവേത് ഞങ്ങളെപ്പോലുള്ളവരെ ജോലിക്ക് പോകാൻ അധികാരികൾ ശ്രദ്ധിക്കൂ. നല്ല സുഗമമായി യാത്ര ചെയ്യാനുള്ള റോഡുകൾ ഉണ്ടാക്കി തരൂ. ദയവേത് നിങ്ങൾ മറ്റുള്ള തുറന്നു പറച്ചിലുകൾ തൽക്കാലം ഇതുവരെ തുറന്നു പറഞ്ഞതിൻ്റെ കേസുകൾ നിങ്ങൾ ഒത്തുതീർപ്പാക്കും. ഇനി അത് കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞുള്ളതും 26 വർഷം കഴിഞ്ഞുള്ള പീഡനമൊക്കെ നമുക്ക് മുന്നോട്ടെടുക്കാം. ദയവായി ഈ മഴ സീസണിൽ നിങ്ങൾ റോഡുകൾ നന്നാക്കി മനുഷ്യന് സഞ്ചാരയോഗ്യമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി നമ്മുടെ ഗതാഗത മന്ത്രിയോടും മറ്റുള്ള മന്ത്രിമാരോടും അപേക്ഷിക്കുകയാണ്. അത് നടന്നു കിട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഓണമാണ് ഞങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും ഓണം ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ പാവപ്പെട്ട എല്ലാ നാനാജാതി മതത്തിലുള്ള എല്ലാവർക്കും ഓണം ആഘോഷിക്കാനുള്ള ഒരു മാവേലിയെ വരവേൽക്കാനുള്ള ഒരു ചാൻസ് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തരുത്. ഞങ്ങൾക്ക് ഓണം ഒന്നായി തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് തന്നെ ആഘോഷിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. ദയവായി ആ സമയങ്ങളിൽ ഈ നമ്മൾ മീഡിയ തുറന്നാൽ നമുക്ക് പീഡനം, പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെയാണ്. ദയവായി നല്ല നല്ല ചിന്തകളും നല്ല ഓർമ്മകളും ഇനി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തുറന്നു പറച്ചിലുകൾ ഇതുവരെ നിർത്തി ഓണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.